ഹലോ. ഇന്ന് ഞാൻ ഒരു പരിപാടിയില്ലാത്തൊരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ കാണിക്കുന്നത്. എല്ലാവരും ഉറങ്ങി എണീക്കുമ്പോൾ മുതലല്ലേ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുക. ഞാൻ വിചാരിച്ചു 12 മണി മുതൽ കാണിക്കാമെന്ന്. അപ്പോൾ ഇന്ന് 27th വെനസ്ഡേ ആണ് കേട്ടോ. നിഗിയാണെങ്കിൽ ഷിഫ്റ്റിന് പോയേക്കാണ്. അപ്പോൾ 12:30 ആകുമ്പോൾ നിഗി വരാറാവണേ ഉള്ളൂ. ഞാനപ്പോൾ എന്തൊക്കെയാണെന്ന് ഡിന്നറിന് കുക്ക് ചെയ്തെന്ന് കാണിച്ചു തരാം. വലിയ സംഭവമൊന്നുമില്ല. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ പരിപ്പ് കറിയാണ് വെച്ചിട്ടുള്ളത്. ചില ദിവസങ്ങളിൽ എനിക്ക് വിശന്നാൽ മാത്രം ഞാൻ നേരത്തെ ഫുഡ് എടുത്ത് കഴിക്കും, ഇല്ലെങ്കിൽ നികിയുടെ ഒപ്പം തന്നെയായിട്ട് ഇരുന്ന് കഴിക്കാറ്. അപ്പോൾ നിഗി വന്നെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗേറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഒരു 6 മണിയൊക്കെ കഴിയുമ്പോൾ തണുപ്പ് സ്റ്റാർട്ട് ചെയ്യും. എന്നാലും ഈ ഒരു 12:30 1 മണി എന്നൊക്കെ പറയുമ്പോൾ നല്ല തണുപ്പുള്ള ടൈമാണ് കേട്ടോ. അങ്ങനെ നിഗി വരുന്നുണ്ട്. നിഗിക്കാണെങ്കിൽ 8 hours ഷിഫ്റ്റ് വരുന്നത്. അങ്ങനെ നിഗി വന്നതാ കുളിച്ച് ഫ്രഷായി ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. ആക്ച്വലി നമ്മൾ ഡിന്നറാണ് ഇപ്പോൾ കഴിക്കുന്നത്, പക്ഷേ സമയം ഇപ്പോൾ 1:30 ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇപ്പോൾ ഈ ഷിഫ്റ്റ് മാറിയപ്പോൾ എന്താ പറയുക, നമ്മളുടെ ഫുഡിൻ്റെ ടൈമും ഉറക്കത്തിൻ്റെ ടൈമും എല്ലാം നല്ലോണം ചേഞ്ച് ആയിട്ടുണ്ട്. എനിക്കിത് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നികിക്ക് പിന്നെ ഇത് ശീലമുള്ള കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ ഒരു 1:30 ആയപ്പോൾ നമ്മൾ കഴിച്ചിട്ട് ഒരു 2:30 കിടന്നു. വീണ്ടും 10:30 ആയപ്പോൾ ഞാൻ എണീറ്റിട്ടുണ്ട്. നിഗി നല്ല ഉറക്കമാണ് കേട്ടോ. ഞാൻ എണീറ്റ് ഫ്രഷായി നേരെ കിച്ചണിലേക്ക് പോവുകയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ സ്മൂത്തിയാണ് കേട്ടോ. കാരണം സ്മൂത്തി ഇതിന് മുമ്പ് ആഴ്ചയിലൊരു 3 പ്രാവശ്യമൊക്കെ നമ്മൾ സ്മൂത്തി ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാറുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും ദോശ, അപ്പം, ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സാഹചര്യം കൊണ്ട് നമ്മൾക്ക് എല്ലാ ദിവസവും സ്മൂത്തിയാണ്. കാരണം 2:30 കിടന്നാലും നമുക്കൊന്ന് ഉറങ്ങി വരുമ്പോഴത്തേനും 3:30-4 മണിയൊക്കെ ആവാറുണ്ട്. പിന്നെയും നേരത്തെ എഴുന്നേൽക്കൽ എനിക്ക് പോസിബിളായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്മൂത്തി ഉണ്ടാക്കാം. സ്മൂത്തി ആകുമ്പോൾ ഹെൽത്തിയാണ്, പിന്നെ വലിയ പണിയില്ലല്ലോ. അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ലഞ്ചിനുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റും. അങ്ങനെ ഞാൻ 2 പേർക്കും സ്മൂത്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിഗിയാണെങ്കിൽ ഞാൻ ഈ സ്മൂത്തി കൊണ്ടുപോയി കൊടുക്കുമ്പോൾ എഴുന്നേറ്റ് ഫ്രഷായി അത് കുടിച്ചിട്ട് വീണ്ടും കിടക്കും. ഞാൻ പക്ഷേ വീണ്ടും കിടക്കാറില്ല. എനിക്ക് ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് തലേദിവസം ബീഫ് കറി ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വൈകുന്നേരം നമ്മൾ ചപ്പാത്തിയും പരിപ്പ് കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ബീഫ് ഉള്ളതുകൊണ്ട് ഞാൻ ലഞ്ചിന് ബീഫും കപ്പയും ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കപ്പ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കിഴങ്ങാണിത്. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറച്ച് വറ്റൽമുളക് ഫസ്റ്റ് ഒരു മിക്സിയിൽ ഇട്ട് ക്രഷ് ചെയ്തെടുക്കും, ജാറിലിട്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ക്രഷ് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. ഈ കല്ലുണ്ടെങ്കിൽ ചതച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇവിടെ കല്ലില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാറ്. എന്നിട്ട് ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വേപ്പിലിട്ടിട്ട് ഈ മുളകും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമല്ലോ. അപ്പോൾ അതങ്ങനെ തന്നെ വേവിച്ച് വെച്ച കപ്പയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് കപ്പ നന്നായിട്ട് ഈ മുളകും എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കും. വേറെ രീതിയിലൊക്കെയും ചെയ്യാറുണ്ട്, ഇതേപോലെയും ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്കും നിഗിക്കും ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ കപ്പയുടെയും മീൻകറിയുടെയും കൂടെ ആണെങ്കിൽ പറയണ്ട, ഇങ്ങനെ തന്നെ ചെയ്യണം ഞങ്ങൾക്ക് 2 പേർക്കും. അപ്പോൾ ഞാനെപ്പോഴും ഇതേപോലെ ചെയ്യാറ്. പിന്നെ നമുക്ക് ചില ദിവസങ്ങളിൽ നല്ല കപ്പ കിട്ടും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിട്ടും. ചില ദിവസങ്ങളിൽ ഇത്തിരി ഹാർഡായിട്ടുള്ളതായിരിക്കും കിട്ടുക. ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയത് നല്ല കപ്പയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്കുള്ള മെയിൻ ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിഗിനെ വിളിച്ച് എണീപ്പിക്കുക എന്നുള്ളതാണ്. ആൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഉറക്കപ്രാന്തനാണ്. നോർമൽ ഷിഫ്റ്റ് ആണെങ്കിൽ തന്നെ എഴുന്നേൽപ്പിക്കാൻ പാടാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ലേറ്റായിട്ടൊക്കെ കിടക്കുമ്പോൾ പറയണ്ട. അങ്ങനെ ഒരു കണക്കിന് ഞാൻ കുത്തി പൊക്കിയിട്ടുണ്ട്. പോകുന്നതിന് 1 മണിക്കൂർ മുമ്പേ, മാക്സിമം 1 മണിക്കൂറിന് മുമ്പേ എഴുന്നേൽക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ കപ്പയും ബീഫൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഞാൻ നിഗിയുടെ ഒപ്പം ഇരുന്ന് കഴിക്കാറില്ല കേട്ടോ ഉച്ചയ്ക്ക്. കാരണം എനിക്ക് കഴിക്കാൻ ഒരുപാട് സമയം വേണം. ഞാൻ ഇരുന്നാൽ എഴുന്നേൽക്കാൻ വേണ്ടി കുറച്ച് ലേറ്റാവും. പക്ഷേ നിഗി വേഗം കഴിച്ച് വർക്കിന് പോകും. പോണ സമയത്ത് എൻ്റെ ബാഗ് എവിടെ, ഷൂസ് എവിടെ, എയർപോഡ് എവിടെ, ഇത് തന്നെ ഇരിക്കും ചോദിക്കാറ്. അപ്പോൾ ഞാൻ നിഗി പോയിട്ടാണ് ഞാനിരുന്ന് കഴിക്കാറ്. നിഗി അങ്ങനെ വർക്കിന് പോകുന്നുണ്ട്. ഈ സമയത്ത് ഒരു 3 മണി ആയിട്ടുണ്ട് കേട്ടോ. 3:05 ആകുമ്പോൾ നിഗിയുടെ ബസ് വരും പുറത്ത്. അങ്ങനെ നിഗി പോവുകയാണ്. ഇനി നിഗി വരണമെങ്കിൽ 12:30 ആവണം. നെക്സ്റ്റ് ഡേ 12:30 ആവണം കേട്ടോ. അപ്പോൾ നിഗി പോയപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ച് ഫ്രഷായി വന്നിട്ട് ഞാനും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നതാണ് ഏറ്റവും മടിയുള്ള കാര്യം. എന്തെങ്കിലും പിന്നെ ഫോണിൽ അല്ലെങ്കിൽ വല്ല മൂവിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വ്ലോഗോ അങ്ങനെയൊക്കെ കണ്ടിട്ടായിരിക്കും ഞാനിരുന്ന് ഫുഡ് കഴിക്കാറ്.
അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കിച്ചണിലേക്ക് പോയി. നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം രാവിലെ മുതൽ നമുക്ക് ക്ലീൻ ചെയ്തിരിക്കാനുള്ള ടൈമില്ല. അപ്പോൾ ഞാനും കൂടി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇങ്ങനത്തെ പണികളൊക്കെ ഞാൻ ചെയ്യാറ്. അങ്ങനെ കിച്ചണിലെ പരിപാടി മൊത്തം കഴിഞ്ഞിട്ട് നമുക്ക് ഹാളിലും റൂമൊക്കെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. രാവിലെ അടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ കിച്ചണിൽ കഴിഞ്ഞപ്പോൾ നേരെ റൂമിലേക്ക് വന്നിട്ട് അവിടെയും ഫുള്ളൊന്ന് അടിച്ച് വാരി ക്ലീനാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ പരിപാടികളൊന്നുമില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഉറങ്ങിയില്ല, കിടന്നു വെറുതെ. അത് കഴിഞ്ഞ് ഞാനൊരു 7 മണി ഒക്കെ ആയപ്പോൾ എഴുന്നേറ്റു. എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ചില ദിവസങ്ങളിൽ നമ്മൾ വൈകുന്നേരം കഴിക്കാൻ പുറത്തുനിന്ന് വാങ്ങിക്കും. ചില ദിവസങ്ങളിൽ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് പറ്റുന്ന പോലെയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ സ്വന്തം ബ്രെഡും ന്യൂട്ടെല്ലയും വെച്ചിട്ടുള്ള റോൾസാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എളുപ്പം കഴിയുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ഞാൻ എന്താ റോൾസൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പോയപ്പോൾ ഇതേപോലെ കൊടുത്തയച്ചായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. എനിക്ക് ഈവനിങ് കഴിക്കാൻ വേണ്ടി ഇടയ്ക്ക് എല്ലാ ദിവസവും കൊടുക്കാറില്ല, ഇടയ്ക്ക് കൊടുത്തയക്കാറുണ്ട്. അങ്ങനെ ഞാൻ എന്താ റോൾസൊക്കെ ഉണ്ടാക്കി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പാനൊക്കെ വെച്ചിട്ട് ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ബ്രെഡും ഗീയും കൂടി നല്ല ഗീയിൽ കിടന്ന ബ്രെഡ് ഇങ്ങനെ മുരിയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഗീ ഒഴിച്ചിട്ട് വെച്ച് കൊടുത്തു. പിന്നെ ഉള്ളിൽ ചോക്ലേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഫുള്ള് ക്രഞ്ചി ആവുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതേപോലെ ക്രഞ്ചിയാക്കി ഞാൻ എടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്നു. എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നതാണ് ഏറ്റവും വലിയ മടി. ഇപ്പോൾ ഇത് കഴിക്കുമ്പോൾ തന്നെ 7:45 കേട്ടോ രാത്രി. പിന്നെ ഞാൻ റെഗുലറായിട്ട് ചായയും കോഫിയൊന്നും വീട്ടിൽ നിന്ന് കുടിക്കാറില്ല കേട്ടോ. ഞാൻ കോഫി വല്ലപ്പോഴും പുറത്തിറങ്ങുമ്പോൾ തോന്നിയാൽ മാത്രം കുടിക്കും. അല്ലെങ്കിൽ ഞാൻ ഇതേപോലെ ജ്യൂസ് എന്തെങ്കിലും കുടിക്കും. അതിപ്പോൾ ഇതേപോലെ വാങ്ങിയ ജ്യൂസ് കുടിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ജ്യൂസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കും. അതൊന്നും അല്ലെങ്കിൽ ഞാൻ എന്തിൻ്റെ ഒപ്പവും നോർമൽ വാട്ടറാണ് കേട്ടോ കുടിക്കാറ്. ഞാനങ്ങനെ ചായ എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനി നികി വരാൻ കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട്. ഹലോ, ഞാനിപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. വേറെ ഒന്നല്ല, ഇപ്പോൾ സമയം ഓൾറെഡി 8 മണി ആയിട്ടുണ്ട്. ഇനി കാണിക്കാനുള്ളത് നികി വരുന്നതും ഫുഡ് കഴിക്കുന്നതും കിടക്കുന്നതുമാണ്. പക്ഷെ അത് നികി വരുമ്പോൾ ഓൾറെഡി 12:30 കഴിയും. അപ്പോൾ അത് വേറെ നെക്സ്റ്റ് ഒരു ഡേയിലേക്ക് പോകും. അപ്പോൾ ഞാൻ അത് ഷൂട്ട് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രേ കാണിക്കുന്നുള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുന്നതും വീഡിയോ ഇടുന്നതൊക്കെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ടാറ്റാ.